106 സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കം ദൈവത്താൽ വിടുവിക്കപ്പെട്ട് മിസ്രയീമിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുവിച്ച ഇസ്രായേൽ സഭ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം അവരെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുന്നത് വരെ, ആ പുറപ്പെടുന്നത് മുതൽ ആ വാഗ്ദത്ത ദേശത്ത് എത്തുന്നത് വരെയുള്ള അവരുടെ ജീവിത വിജയ പരാജയങ്ങളെ കുറിച്ചുള്ള ഒരു ഉള്ളടക്കമാണ് 106 സങ്കീർത്തനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ശ്രോത്രം, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവർ, അല്ലെങ്കിൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കൾ. ശ്രോത്രം, എല്ലാവരും വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിച്ചിരിക്കണം. ആരാണ് ഇസ്രായേൽ മക്കൾ? ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവർ, അല്ലെ? ശ്രോത്രം, ആമേൻ. അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, ആമേൻ, ആ തിരഞ്ഞെടുപ്പുകൾ തലമുറയായി കൈമാറി വന്ന് യാക്കോബിന്റെ കാലം എത്തിയപ്പോൾ യാക്കോബിനെ ദൈവം ഇസ്രായേൽ എന്ന നാമം നൽകി. ഒടുവിൽ യാക്കോബിന്റെ മക്കൾ 12 ആൺമക്കൾ, ഈ 12 പേര് ഇസ്രായേലിന്റെ ഗോത്ര തലവന്മാരാക്കി മാറ്റി. അങ്ങനെ ആമേൻ, സ്തോത്രം, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആമേൻ, അതിൽ നിന്നുണ്ടായ തലമുറകൾ, ആമേൻ, അങ്ങനെ ഒരു സമൂഹം, ഇസ്രായേൽ എന്ന ഒരു ജാതിയായി ദൈവം അവരെ വേർതിരിച്ചു. സ്തോത്രം. എന്നിട്ട് ദൈവം അവർക്ക് നൽകുവാനിരുന്ന, അല്ലെങ്കിൽ നൽകിയതായ ആ ദേശത്തിന് ഇസ്രായേൽ ദേശം എന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യം എന്നും അറിയപ്പെടുവാനിടയാണ്. അപ്പോൾ ഒരു വ്യക്തിക്കാണ് ഇസ്രായേൽ എന്ന പേര് ലഭിച്ചത്. ഒടുവിൽ അത് 12 ഗോത്രങ്ങളെ കൂടെ ചേർത്ത് അവൻ എന്ത് ചെയ്തു? ഒരു ജാതിയാക്കി മാറ്റി, ഇസ്രായേൽ ജാതിയാക്കി മാറ്റി. പിന്നത്തേതിന് ആമേൻ ഒരു രാജ്യത്തിന് ആ പേര് ദൈവത്താൽ നൽകപ്പെടുമെന്ന് കണ്ടുപിടയാണ്. സ്തോത്രം. കാരണം എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കുന്നത് ഇസ്രായേൽ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ്. എങ്ങനെ വേർതിരിക്കപ്പെട്ടവര്? മിസ്രയീമിൽ വെച്ച് കുഞ്ഞാടിന്റെ രക്തത്താൽ, ആമേൻ, സ്തോത്രം, കട്ടളക്കാന്മേലും കുറുപ്പടിമേലും എന്ത് ചെയ്തു? ആമേൻ പുരട്ടി കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. അപ്പോൾ പഴയ ഇസ്രായേൽ എന്ന് പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരെങ്കിൽ, പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. സ്തോത്രം. അത് നിഴലും പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് പൊരുളും. സ്തോത്രം. ഇസ്രായേൽ സഭയ്ക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് അത് നിഴലായിരിക്കുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തു അവൻ പൊരുളായി നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാമം പുതിയ നിയമ സഭയാണ്, പുതിയ നിയമ ഇസ്രായേലാണ്, അല്ലെ? എന്തുകൊണ്ട് നമ്മൾ പുതിയ നിയമ ഇസ്രായേലായി മാറി? യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴുകപ്പെട്ടു, വിലയ്ക്ക് വാങ്ങപ്പെട്ടു, വീണ്ടെടുപ്പ് പ്രാപിച്ചു. നമ്മൾ ആരായി മാറി? ദൈവമക്കളായി തീർന്നിരിക്കുന്നു. സ്വന്തം പറയാമോ? ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ, സ്തോത്രം. എന്താണ് സഭ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും പറയാൻ കഴിയും. എന്താണ് സഭ? വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. 3 കാര്യങ്ങൾ അതിനകത്ത് ആമേൻ ഉണ്ട്. ഒന്ന്, വിളിക്കപ്പെട്ടവരാണ്. സ്തോത്രം. ആരാണ്? ദൈവസഭ എന്ന് പറഞ്ഞാൽ ആരാണ്? വിളിക്കപ്പെട്ടവർ. ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കപ്പെട്ടവരല്ല, അല്ലെ? 2 വിധത്തിലുള്ളവരുണ്ട്. ദൈവം വിളിച്ചവരുമുണ്ട്, ദൈവത്തെ വിളിച്ചുകൊണ്ട് ഇറങ്ങുന്നവരും ഉണ്ട്. പനി വന്നു, കർത്താവേ വിടുവിച്ചോളണം, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞാൽ വരുന്നവരുണ്ട്. ആമേൻ, സ്തോത്രം. പനി വന്നിട്ടും സൗഖ്യമൊന്നും ആയില്ല, എന്നിട്ടും യേശുവിന്റെ ആമേൻ, സ്തോത്രം, പാപപരിഹാരത്തിനായി കാൽവരിയിൽ യാഗമാക്കപ്പെട്ടു, തന്റെ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവ വിളി കേട്ട് ആമേൻ നമ്മൾ ആ ദൈവത്തെ ആരാധിക്കാൻ വരുന്നവരുമുണ്ട്. അപ്പോൾ പുതിയ നിയമസഭ എന്ന് പറയുന്നത് വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്, അല്ലെ? സ്തോത്രം. അവൻ ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം 2 വിധത്തിലുള്ള വിളികളുണ്ട്. ഒന്ന്, ദൈവം വിളിച്ച ദൈവസഭയുടെ അംഗമാക്കി മാറ്റുന്നു. 2, അവൻ പിന്നത്തേതിൽ ദൈവം ഒന്നുകൂടെ വിളിക്കും. ആ വിളിയാണ് ഇവിടെ കയറി വരിക, യഹോവ ഭക്തന്മാരെ ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്യും?
ഉയരത്തിൽ നിന്ന് വിളിക്കുമ്പോഴാണ് നമ്മൾ ഒന്നില് നാമേ സ്തോത്രം ഈ ഭൂമിയുടെ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിന്റെ അടുക്കൽ ചേർക്കപ്പെടും. ഇല്ല എങ്കിൽ മരിച്ചുപോയെങ്കിൽ നമ്മൾ പുനരുത്ഥാനം പ്രാപിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ എടുക്കപ്പെടുവാൻ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ചേർക്കപ്പെടുവാൻ ബന്ധപ്പെട്ടവരുടെയാകും. സ്തോത്രം. അപ്പോൾ സഭ ഒന്ന് വിളിക്കപ്പെട്ടവരാണ് സഭ. സ്തോത്രം. ഇന്ന് പകൽക്കാലത്തിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഉത്തമ ബോധം വേണം. ദൈവം എന്നെ വിളിച്ചതാണ്. സ്തോത്രം. അതിന് പഠിപ്പിക്കുന്നു, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുകയും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ദൈവം എന്നെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് പകൽക്കാലം ഈ MMI ചർച്ചിൽ അല്ല, യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി മാറിയത്? സ്തോത്രം. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഞാൻ CSI, നീ ഞാൻ RC, നീയോ ഞാൻ AG, ഞാൻ IPC, ഞാൻ ന്യൂ ഇന്ത്യ, അല്ലേ? സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പണ്ട് ആന പറയുന്നത് കേട്ടോ, സഭയ്ക്ക് പേരിട്ട് പാതാളം മുതൽ യഹോവയ്ക്ക് എതിരെ എന്ന വരെയുള്ള പേരുകളുണ്ടെന്ന്. ദൈവസഭയുടെ പേരുകളാണ്. ഇതൊന്നും അല്ലതാ. സ്തോത്രം. ഇതൊക്കെ സംഘടനകളാണ്. ഇത് ഈ സംഘടനകളൊന്നും സ്വർഗ്ഗത്തിൽ പോവുകയില്ല. മനസ്സിലാക്കുന്നുണ്ടോ? പണ്ട് ഒരു IPCയിലുള്ള സീനിയറായ ഒരു ദൈവദാസന്റെ അടുക്കൽ ഒരു ദൈവദാസൻ വന്നു പറഞ്ഞു, വേറൊരാളെ മുടക്കാൻ പറഞ്ഞു, സഭയെ സംഘടനയൊന്നും മുടക്കാൻ പറഞ്ഞു. അപ്പൊ കാര്യം ചോദിച്ചു, അത് ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ ദൈവദാസൻ പറഞ്ഞു, നമുക്ക് അത് അന്വേഷിച്ച് അതിന് വേണ്ട രീതിയിൽ നടപടി എടുക്കാം. അന്നേരം ഈ വന്നയാൾക്ക് ഇച്ചിരി ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞത്, പറ്റത്തില്ല, മുടക്കിയേ പറ്റൂ, എന്റെ ഞരമ്പിലൂടെ ഓടുന്നത് IPCയുടെ രക്തമാണെന്ന്. അന്നേരം ആ ദൈവദാസൻ പറഞ്ഞെന്ന് ഒരു കാര്യം ചെയ്യും, ആദ്യം ചെന്ന് മാനസാന്തരപ്പെട്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പോയി. കാരണം IPCയുടെ രക്തമാണ് ഞരമ്പിലൂടെ ഓടുന്നെങ്കിൽ നീ മാനസാന്തരപ്പെടണം. യേശുവിന്റെ രക്തമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ സംഘടനകളൊന്നും സ്വർഗത്തിൽ പോവുകയില്ല. ദൈവം നമ്മെ വിളിച്ചത് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുവാനാണ്. അവരാരാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വിളിക്കപ്പെട്ടവരാണ്, അല്ലെ? രണ്ട് വേർതിരിക്കപ്പെട്ടവരാണ്. വിളിച്ചതല്ല, വിളിച്ചെന്ത് ചെയ്തു? വേർപെടുത്തി. വിളിച്ചെടുത്ത് ഇട്ടേച്ച് എന്ത് ചെയ്തില്ല? ദൈവം പോയില്ല. വിളിച്ച അവിടെ കിടന്നോ, അല്ലേ? സ്വന്തം അത് പന്നികളെ ആൾക്കാരുള്ളോ അതിനെ വൃത്തിയാക്കിയാലും അതിനെ ആ പന്നി കൂട്ടി തന്നെ ഇട്ടിരിക്കും, അല്ലേ? അതിന് ഒരു മാറ്റവും ഇല്ല. സ്തോത്രം. ഒരു പശുവിനെ കഴുകിയാലും അതിന് എവിടെ തന്നെ ഇട്ടിരിക്കും? തൊഴുത്തിൽ തന്നെ ഇട്ടിരിക്കും. ഈ മൃഗങ്ങളെ പോലെയൊന്നുമല്ല. ദൈവം നമ്മെ വേർതിരിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരാക്കി ദൈവസഭയുടെ അംഗങ്ങളാക്കി ദൈവം നമ്മെ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവസഭ വേർപെട്ടവരുടെ കൂട്ടമാണ്. അത് നമ്മൾ ചിന്തിക്കും അല്പസമയം കൊണ്ട്. സ്തോത്രം. അടുത്ത് നമ്മൾ വായിക്കുന്നത് വിളിക്കപ്പെട്ടവരാണ്, വേർതിരിയപ്പെട്ടവരാണ്. അടുത്ത് നമ്മൾ വായിക്കുന്നത് അവരുടെ കൂട്ടമാണ് ദൈവസഭ. അവരുടെ കൂട്ടമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്തോത്രം, ഐക്യതയോട് ഒരുമനയോപ്പെട്ട് ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാനായി, കൂട്ടായ്മ ആചരിക്കുവാനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണ് ദൈവത്തിന്റെ സഭ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ MMI ചർച്ചിനകത്തിരിക്കുന്ന ഈ സംഘടനയുടെ കീഴിലിരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരാണോ? ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണോ? വിളിച്ച് വേർതിരിച്ച് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിർത്തിയിട്ടില്ല. നമ്മുടെ ദൈവം ഒരു കൂട്ടമായി നിർത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ ആത്മീയ കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ പരമാർത്ഥം സത്യസന്ധമായി വചന വ്യവസ്ഥയോടെ ഞാൻ നിങ്ങളോട് പറയാം, സ്വർഗം തരിശ് കിടന്നാൽ പോലും അങ്ങ് ചെല്ലില്ല. കർത്താവേ, ഞാൻ സ്നാനപ്പെട്ടു, 20 കൊല്ലം സ്നാനപ്പെട്ടു, വേദന കഷ്ടത അനുഭവിച്ച വ്യക്തിയാണ് നിനക്ക് വേണ്ടി. കർത്താവ് പറയും, അധർമ്മം പ്രവർത്തിച്ചവനെ ഞാൻ നിന്നെ അറിയുന്നില്ല. പിശാചനും അവന്റെ കൂട്ടാളികൾക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ ദണ്ഡനത്തിലേക്ക് പൊക്കോളാൻ പറയും. കർത്താവിന്റെ അടുക്കൽ അന്ത്യകാലത്ത് ഒരു കൂട്ടത്തിൽ എന്ന് പറയും, ഞങ്ങൾക്കും കൂടെ തുറക്കണം. എന്താ കാര്യം? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ എന്ത് ചെയ്തു? ഭൂതശാന്തി ശുശ്രൂഷ ചെയ്തെന്ന്.
രോഗികളെ സൗഖ്യമാക്കി രോഗശാന്തിയുടെ ശുശ്രൂഷ നടത്തിയ ആൾക്കാര്. ഇവരെ തമ്പുരാൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, നിങ്ങൾ എന്റെ നാമത്തിൽ ചെയ്തെന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ ഞാൻ അറിയുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഇന്ന് മക്കൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആമേ സ്തോത്രം. ഇതിനകത്ത് വന്നു ചേർന്നതിനേക്കാൾ ഉപരിയ ആമേ ദൈവരാജ്യത്തിൽ ദൈവമക്കളായി തീരുവാൻ, ദൈവരാജ്യത്തിൽ ചെല്ലപ്പെടണം. അതാണ് നമ്മുടെ ഭാഗ്യം. ഇവിടെ ആരാധിച്ച് ഇവിടെ കുറെ കാലമൊക്കെ എഴുന്നേറ്റ് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്, ഒന്നിച്ചു നിൽക്കുവാനാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ദൈവജനമാകുന്ന ഇസ്രായേൽ, അവർക്ക് ആമേൻ ആഹാരം ദൈവം കൊടുത്തു. എന്തിനാ അവർ ഉണ്ടായിരുന്നത്? മന്നയോ ആമേൻ ആഹാരം ചോദിച്ചപ്പോൾ അവർക്ക് മന്ന കൊടുത്തു. മന്ന ആമേൻ സ്തോത്രം. അവർക്ക് മന്ന കൊടുത്തു. എവിടെ നിന്നായി മന്ന വന്നത്? സ്വർഗത്തിലെ ആഹാരമായിരുന്നു. അതിന് പഠിപ്പിക്കുന്ന ശക്തിമാന്മാരുടെ അപ്പം എന്ന മന്നയെ കുറിച്ച് പറയുന്നത് അതൊരു വിശുദ്ധ ആഹാരമായിരുന്നു ദൈവം തന്റെ ജനത്തിന് കൊടുത്തത്. സ്തോത്രം. പാറയിൽ നിന്ന് വെള്ളം ദൈവം അവർക്ക് പുറപ്പെടുവിച്ചു കൊടുത്തു. സ്തോത്രം. ആമേൻ. ദൈവത്തിന് വേണമെങ്കിൽ മരുഭൂമിയിൽ അല്ലാതെ തന്നെ കൊടുക്കാം. എന്നാൽ ഏറ്റവും തെളിവുള്ള, ഏറ്റവും ആരോഗ്യമുള്ള, മാലിന്യമില്ലാത്ത ആമേൻ നല്ല ടേസ്റ്റ് ഉള്ള ആമേൻ വെള്ളമാണ് പാറയിൽ നിന്ന് വരുന്ന വെള്ളം. അതാണ് തന്റെ ജനത്തിന് ദൈവം കൊടുത്തത്. വിശേഷമായ ബോധം കൊണ്ട് ദൈവം അവരെ പോഷിപ്പിക്കുവാനയ മന്ന കൊടുത്തു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിരൂപമാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവർക്ക് മുൻപിലും പിൻപിലും ഉണ്ടായിരുന്നു. അവർ ആമേൻ ചെങ്കടലിലൂടെ കടമക്കരക്കൈ സ്നാനത്തിന് സാദൃശ്യമാണ്. അവർ സ്നാനം ഏൽക്കപ്പെടുവാനൊക്കെ വേണ്ടമടയാം. അവർ സ്നാനം എടുത്ത് മോശയോട് ചേർന്നു. നമ്മൾ സ്നാനം എടുത്ത് ക്രിസ്തുവിനോടുകൂടെ ചേർന്നു. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ മുൻപോട്ട് വന്നതായ ദൈവസഭയുടേതായ അധഃപതനം, അവരുടെ പരാജയങ്ങളാണ് ഈ സങ്കീർത്തനത്തില് മുക്കാൽ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചിലത് മാത്രം വേഗത്തിൽ ശ്രദ്ധിക്കുക. വായിക്കാം. അതിന്റെ 106-ാം സങ്കീർത്തനത്തിന്റെ 28-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. 28. ഒരാൾക്ക് സംഖ്യ 25 കൂടെ എടുക്കാം. അനന്തരം അവർ ബാൽപെയോരിനോട് ചേർന്നു. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുകയാണ്. അവർക്ക് മന്ന കൊടുത്തു, അവർക്ക് വെള്ളം കൊടുത്തു, അവർക്ക് ഇറച്ചിക്ക് കാട കൊടുത്തു. പകലിലും രാത്രിയിലും ദൈവ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ വായിക്കുന്നത് ജനം ദൈവത്തെ വിട്ടുപോയി. സ്തോത്രം. അവൻ സാത്താന്റെ തന്ത്രത്തിൽ അവർ കുടുങ്ങി. സ്തോത്രം. അവൻ നോക്കണം. അങ്ങനെ അവർ അവൻ ബാൽപെയോരിനോട് ചേർന്നു. ആമേൻ എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അന്യ ദൈവങ്ങൾക്ക് അവർ കൂട്ടാളികളായി മാറി എന്നുള്ളതാണ്. നമുക്കിനി അതിന്റെ സംഖ്യ 25-ന്റെ 1 മുതലാണ് ഈ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. വായിക്കാം. സംഖ്യ 25-ന്റെ 1 മുതൽ. ഇവിടെ അവൻ ബിലയാമിന്റെ വഞ്ചനയിൽ കുടുങ്ങിയാണ് ഇസ്രായേൽ മക്കൾ ഈ പാപത്തിലേക്ക് എത്തിയുന്നത്. അവൻ ഇറങ്ങിപ്പോകുവാനിടയാണ്. അതിന്റെ 2-ാം വാക്യം മുതലാണ് നമ്മൾ ചിന്ത. വായിക്കാം. അവൻ ഇവിടെ നോക്കണം. അവൻ സ്വന്തം മോവാബിയരും ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ചില വിഷയങ്ങൾ. സ്വന്തം ഇസ്രായേലിനെ ശപിക്കുവാനായിട്ട് ബിലയാമിനെ വിളിച്ചു വരുത്തിയിട്ട് ഇസ്രായേലിനെ ശപിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അതിന് കാരണം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവം അനുഗ്രഹിച്ചവരെ ശപിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതാണ് കാരണം. അതൊന്നും വിശദീകരിച്ച് നമ്മുടെ സമയം നീക്കുന്ന കാര്യങ്ങൾ ഒന്നുമില്ല. അപ്പൊ അങ്ങനെ അവരെ ശപിക്കാൻ പറ്റില്ല. ഒടുവില് ഒരു ടെക്നിക്ക് പറഞ്ഞു പോയി. എന്താണ് പറഞ്ഞത് എന്നുള്ളത് ആ ഭാഗത്തില്ല. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്തു വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ബിലയാമിന്റേതായ വഞ്ചനയില് ജനത്തെ അകപ്പെടുത്തി. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? ഒന്നുകൂടെ വായിച്ച്. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ആര് ക്ഷണിച്ചു? മോവാബിയർ ക്ഷണിച്ചു. ആരെ ക്ഷണിച്ചു? ഇസ്രായേൽ മക്കളെ ക്ഷണിച്ചു. ഇപ്പൊ നിങ്ങൾ വായിച്ചു തീർക്കണമെന്ന് ശ്രദ്ധിക്കണം. എന്തിനാ ക്ഷണിച്ചത്? ബലിക്ക് ക്ഷണിച്ചു. സ്വന്തം എന്തിനാ ക്ഷണിച്ചത്? ഞങ്ങളുടെ നാട്ടില്, ഞങ്ങളുടെ വീട്ടില് ബാൽപെയോരിന് എന്ത് നടക്കുന്നു? ബലി നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും വരണം. എങ്ങനെ പോകാതിരിക്കും? അവരുടെ ഇടയിലല്ലേ താമസിക്കുന്നത്?
ഇപ്പൊ വെള്ളിയാഴ്ച ഓണമാണ്. അപ്പുറം ഇപ്പൊ ഉള്ളവർ വന്ന് വിളിക്കും, ആമേൻ ഞങ്ങളുടെ വീട്ടിൽ ഓണാഘോഷമുണ്ട്, ആമേൻ വരണം എന്ന് പറഞ്ഞാൽ എത്ര ബന്ധുക്കോസുകാര് പോകാതിരിക്കും? ഇവിടെ ക്ഷണിച്ചു വരണം, നമ്മളെ തന്നെ ക്ഷണിക്കും. വീട്ടിൽ ഓണമാണ്, വീട്ടിൽ ഓണാഘോഷമാണ്. ആമേൻ സ്തോത്രം. പിന്നെ ചില ബന്ധുക്കോസുകാരുണ്ട്, അവര് ടെക്നിക്ക, അവരുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. ഇത് ഓണമാണ്, ഞങ്ങളുടെ വീട്ടിൽ ഇതൊന്നും ഇല്ല. പിന്നെ അനിയത്തി ഞങ്ങളെ വിളിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് എവിടെ പോകുന്നു? അനിയത്തിയുടെ വീട്ടിൽ ചെന്ന ഓണാഘോഷം. സ്തോത്രം പറഞ്ഞില്ല, പറയില്ല. കാരണം സ്തോത്രം, നമ്മൾ കണക്ക് കൂട്ടി ചാർട്ടിട്ട് വച്ച അവിടെ വന്നിട്ട് നമ്മൾ ലോറി വന്നുകൊണ്ടിരിക്കുന്നേ. വെള്ളിയാഴ്ച അത് മേടിക്കണം, ഇത് മേടിക്കണം. സ്വോത്രം സ്വോത്രം സ്വോത്രം. മനസ്സിലായില്ല അല്ലേ? സ്വോത്രം. എന്നാൽ ദൈവത്തിന് അറിയാം കാര്യങ്ങൾ സകലതും. അവൻ ഇവിടെ ഇസ്രായേൽ മക്കളെ വിളിക്കുകയാണ്, ഞങ്ങളുടെ ദേവന്മാർക്ക് ബലി നടക്കുന്നു, നിങ്ങൾ വരണം, ക്ഷണിച്ചെന്നാ വായിക്കുന്നത്. അവൻ ഉത്സവത്തിന് പോയി, അവരുടെ ഉത്സവത്തിന് പോയി. സ്വോത്രം. അവൻ ഓണമാണ്, നിങ്ങളെല്ലാവരും വരണം. ഇവരെല്ലാം കൂടെ ചൂട്ട് കെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. പോയത് മാത്രമല്ല, താഴോട്ട് വായിച്ച് അവിടെ പോയി കണ്ടേച്ചു വന്നെന്നല്ല, അവിടെ ചെന്ന് ജനം എന്ത് ചെയ്തു? ചാപ്പാടും തട്ടിവിട്ടു. മനസ്സിലാകുന്നുണ്ടോ? അവിടെ ചെന്നേച്ചു വന്നെന്നല്ല, അവിടെ ചെന്ന് എന്തും കൂടെ തട്ടി? ചാപ്പാടും കഴിച്ചു. ഓത്രം സൈമ്യ പായസം എന്നാ മധുരമായിരുന്നു സഹോദരി. ഒട്ട് വലിച്ചു നക്കിയേറ്റ് വന്നിരിക്കുക. ഓത്രം ഉത്സവത്തിന് പോയത് മാത്രമല്ല, അവർ ചെന്ന് എന്ത് ചെയ്തു? മൂക്കറ്റ ചാപ്പം കഴിച്ചു. അല്ലേ? ചിലർക്ക് ഭക്ഷണമെന്ന് കാണുമ്പോ ഈ ചക്കക്കൂട്ടം കണ്ട പിള്ളേരെ പോലെയാണ്, ഒരു വെറുതെയാണ്. സ്വോത്രം. ഇത് ഏതായി എങ്ങനെയാണെന്നൊന്നുമില്ല. സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ? പൊങ്കാലോ കിട്ടി അതും തിന്നും. സ്വോത്രം. ഈസ്റ്റർ അപ്പം ഉണ്ടാക്കിയാൽ അതും തിന്നും. വേർതിരിക്കപ്പെട്ടവന്റെ കൂട്ടമാണ് ദൈവസഭയെങ്കിൽ പാടില്ല. ഈസ്റ്റർ അപ്പം പാടില്ല. ക്രിസ്മസ് അയ്യോ അവൻ കേക്ക് കൊണ്ടുവന്നത് അവൻ രണ്ട് കൈ കൊണ്ട് വലിച്ചു വാരി ഇതിന് അണ്ണാക്കിലേക്ക് തള്ളി വിടുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്നിരുന്നാണ് പാടുന്നത്. അവൻ വേർപാടിന്റെ പാട്ടുകൾ എന്താണ്? സ്തോത്രം. അങ്ങനെ പാടി വിടുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും കർത്താവ് വന്നാൽ ഉടനോടെ പോകുന്നു. അത് തെറ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാതിരിക്കാം. പക്ഷേ ഞാൻ പറയേണ്ട വചനം പറയും. സ്തോത്രം. അപ്പോ അവൻ പൊങ്കാലത്തോട് അതും തട്ടിക്കൊടുക്കും. ഈസ്റ്ററിന് ആരും അപ്പം ഉണ്ടാക്കി അതും കൊണ്ടുപോകും, അതും ബർത്ത്ഡേക്ക് പായസം അതും. ആമേ സ്തോത്രം. നമ്മളെല്ലാം ഇതെല്ലാം വർഷിക്കേണ്ടവരാണ്. സ്തോത്രം. മനസ്സിലാക്കുന്നുണ്ടോ? ആമേ സ്തോത്രം. ഇതെല്ലാം വർഷിക്കണം. നമ്മൾ വേർപെട്ടവരാണ്, വേർപെട്ടവരുടെ കൂട്ടമാണ്. സ്തോത്രം. അവൻ വചനം പഠിപ്പിക്കുന്ന 4-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവ ഭക്തനെ തനിക്കു വേണ്ടി, ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവീൻ. മനസ്സിലാക്കുന്നുണ്ടോ? സ്വന്തം. അതുകൊണ്ട് നമ്മൾ വേദപ്പെട്ടവരുടെ കൂട്ടമാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞിവിടെ സംഖ്യ 25. അവിടെ ആദ്യം അവരെ ക്ഷണിക്കുന്നു, അവർ പോയി. രണ്ടാമത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അതും കഴിച്ചു, ഒഴിവാക്കാൻ പറ്റിയില്ല. മൂന്നാമത് വായിക്കുന്നത് അവർ അവരുടെ ദൈവത്തെ, വിഗ്രഹത്തെ അവർ എന്ത് ചെയ്തു? ആരാധിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവജനമേ, നാം ആരാണ്? നാം വേർപെട്ടവരുടെ കൂട്ടമാണ്. സ്തോത്രം. ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. സ്തോത്രം. ആമേൻ. ഇന്ന് ദൈവസഭ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി. അവൻ ലോകം ദൈവസഭയ്ക്കകത്ത് കരവിക്കൂടി. അവൻ വിശുദ്ധിയില്ല, വേർപാടില്ല, ആത്മീയ ആരാധനകളില്ല. എല്ലാവരും നോക്കുകുത്തികളായി സമയം തള്ളി നീക്കിക്കൊണ്ട് അവൻ മൊബൈലിൽ തട്ടി നോക്കി, വാച്ച് നോക്കി സമയം തള്ളി നീക്കി വീട്ടിൽ പോകാം എപ്പോൾ കൊള്ളുന്ന ഒരു ആത്മീയ കൂട്ടായ്മ എന്ന പേരിൽ ഇന്ന് പെന്തക്കോസ്ത് സ്ഥാനം അകമ്പലിച്ചു പോയി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യകളും ദൈവരാജ്യം അവകാശമാക്കും എന്ന് യേശു പറയാനിടയായ കാരണം അതുകൊണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ ആലയമെല്ലാം കള്ളന്മാരുടെ ഗുഹയായി തീർന്നു. അല്ലേ? യേശു പറഞ്ഞത് എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പക്ഷെ ഇന്ന് ആമേൻ സ്തോത്രം കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി ദൈവത്തിന്റെ ആലയം. എന്തുകൊണ്ട്? വേർപാടുകൾ ദൈവസമയത്ത് നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് യഹോവ ഭക്തനെ തനിക്കു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു
വസിക്കുന്നു എന്നറിയുകയും. സംഖ്യ 23:9 വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ അവർ എന്ത് ചെയ്യുന്നില്ല, എണ്ണപ്പെടുന്നില്ല. തനിച്ചു പാർക്കുന്ന വേർപെട്ട കൂട്ടമാണ് അവൻ ദൈവസഭ. വേർപാട് പാലിക്കണം, അത് ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന പത്യോപദേശമാണ്. എന്തുകൊണ്ട് നമ്മൾ വേർപെട്ട കൂട്ടമായ എസ്തേർ 3:8 വായിക്കുമ്പോൾ അവിടെ ഹാമാൻ പറയുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. അവൻ എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വേഗത്തിൽ വായിക്കാം. എസ്തേർ 3:8. എസ്തേർ 3:8. താമസിക്കും പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നമ്മുടെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നിച്ചുവർ കിടക്കുന്നത്. ശ്രദ്ധിക്കണം, ഹാമാൻ ചെന്ന് അഹശ്വേരോശ് രാജാവിനോട് പറയുകയാണ്, രാജാവേ, നമ്മുടെ സംസ്ഥാനങ്ങളിൽ 127 സംസ്ഥാനങ്ങളെ അടക്കി വാഴുന്നുകൊണ്ടിരുന്ന അഹശ്വേരോശ് രാജാവിനോട് പറയുകയാണ്, നമ്മുടെ 127 സംസ്ഥാനങ്ങളിൽ അവൻ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു ജാതി ചിതറിക്കിടക്കുന്നു. സ്വന്തം എന്ത് ചെയ്യുന്നു? ചിതറിക്കിടക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. 127 സംസ്ഥാനങ്ങളിൽ അവൻ പാർക്കുന്ന സ്തോത്രം. ഇവിടെ അവൻ പറയുകയാണ്, അവരുടെ ഇടയിൽ ഒരു ജാതി ചിതറിക്കിടക്കുന്നു. അടുത്തത്, അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികൾക്കുള്ളതിനേക്കാളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ആര് പറയുന്നു? ഹാമാൻ. അഹശ്വേരോശ് രാജാവിനോട് പറയുകയാ, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഒരു കൂട്ടം ഒരു ജാതി ചിതറിക്കിടക്കുകയാ. അത് ഇസ്രായേലിനെയാ ആമേൻ പറയുന്നത്. അവിടെ പറയുന്നു, അവരുടെ ന്യായപ്രമാണം നമുക്കുള്ളത് പോലെയല്ല. അതിനൊരു വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ തിരുവചനങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ നാം ഈ വചനപ്രകാരം ജീവിക്കണം. ദൈവസഭ വേർപാട് അനുഷ്ഠിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. വേർപാടുള്ളവരായിരിക്കണം നമ്മൾ. സ്വന്തം നമ്മൾ വേർപെട്ടവരുടെ കൂട്ടമാണ്. എന്തിനൊക്കെ നമ്മൾ വേർപെടണം? വേഗത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തിനൊക്കെയാണ് നമ്മൾ വേർപെടേണ്ടത്? ഒന്ന്, സ്വന്തം ഭക്ഷണ കാര്യത്തിൽ നമ്മൾ വേർപാട് പാലിക്കണം. എന്തൊരു വേർപാട് പാലിക്കണം? ഭക്ഷണ കാര്യത്തില്. സ്വന്തം കരവീയത്തൊരു സ്വന്തം പറയാമോ? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മൾ എന്തിനൊക്കെ വേർപാട് പാലിക്കണം? ദൈവമക്കൾ എന്തിനൊക്കെ വേർപാട് പാലിക്കണം? ഒന്ന്, ആഹാരത്തിൽ നമ്മൾ വേർപാട് പാലിക്കണം. ഭക്ഷണത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് പാലിക്കണം. സ്വന്തം വിഗ്രഹാർപ്പിതം ചെയ്യരുത്, കഴിക്കാൻ പാടില്ല. സ്വന്തം വിഗ്രഹാർപ്പിതം നമ്മൾ കഴിക്കാൻ പാടില്ല. അന്നേരം നിങ്ങൾ ചോദിക്കും, പുറത്തുനിന്ന് വാങ്ങുന്ന ഫുഡുകളെല്ലാം വിഗ്രഹാർപ്പിതമാണ്. അതെനിക്കറിയാമോ? സ്വന്തം അല്ലേ? ആദ്യത്തെ ചായ അടിച്ചവർ എവിടെ കൊണ്ടുവയ്ക്കും? ഹോട്ടലിനെ കൊണ്ടുവയ്ക്കും. അത് മുതല് അന്ന് അവിടെ ഉണ്ടാക്കുന്നതെല്ലാം അതിന്റെ ആ പിശാചിന്റെ സാന്നിധ്യം അതിനകത്തുണ്ട്. പക്ഷേ സ്വന്തം വചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, നിങ്ങൾ പുറത്തു നിന്ന് കൊണ്ടുവരുന്ന ആഹാരങ്ങൾ അതെല്ലാം കഴിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്വന്തം അത് കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഭക്ഷിക്കാം. പക്ഷേ അത് ഭക്ഷിക്കുമ്പോൾ ഒരുവൻ നിങ്ങളോട് പറയുകയാണ്, ഇത് വിഗ്രഹാർപ്പിതമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഭക്ഷിക്കാൻ പാടില്ല. സ്വന്തം മനസ്സിലാക്കുന്നുണ്ടോ? അതാണ് പ്രമാണം. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ എന്തുണ്ടാകണം? വേർപാട് പാലിക്കണം. എല്ലാം കഴിക്കാൻ പാടില്ല. എല്ലാം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെജിറ്റബിളെ കഴിക്കാവോ, അല്ലെങ്കിൽ സ്തോത്രം മാംസമേ കഴിക്കാം, അങ്ങനെയല്ല. സ്തോത്രം നമുക്ക് എല്ലാം കഴിക്കാൻ അനുവാദമില്ല. എന്തൊക്കെയാണ് സ്തോത്രം നമുക്ക് കഴിക്കാൻ പാടില്ലാത്തത്? ഹല്ലേലൂയ. ഓണത്തിന് സദ്യ ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല. ഓണസദ്യ കഴിക്കാൻ പാടില്ല. പൊങ്കാലച്ചോറ് കഴിക്കാൻ പാടില്ല.
സ്തോത്രം അടിയന്തരത്തിലുള്ള ഇഡലി സാമ്പാറും വിളങ്ങാൻ പാടില്ല. ഇതൊന്നും ദൈവ പൈതലിന് യോഗ്യമല്ല. ഇതെല്ലാം വേർപാട് പാലിക്കണം. ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? വേർപാട് പാലിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിസ്മസിന്റെ കേക്ക്, നിങ്ങൾ കേക്ക് വാങ്ങിച്ചോ? ആമേൻ, ഇഷ്ടംപോലെ വാങ്ങിച്ചു കഴിഞ്ഞു. പക്ഷെ ക്രിസ്മസിന്റെ പേരിൽ നിങ്ങൾ കഴിക്കുമ്പോൾ അത് ഭക്ഷണമാണ്. സ്വതന്ത്രം. ഈസ്റ്റർ അപ്പം ഇവിടെ ഒന്നുമില്ല. വടക്കോട്ടൊക്കെ ഈസ്റ്ററിന് അപ്പം ഉണ്ടാക്കും. നിങ്ങൾ ഈസ്റ്റർ അപ്പം കഴിച്ചോ? പക്ഷെ അത് ഈസ്റ്ററിന്റെ പേരിലാകരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സ്വതന്ത്രം. അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പാൽപായസം, അയ്യോ പാസ്റ്ററി ഭയങ്കര ഇഷ്ടമായി, ഇച്ചിരി നക്കിക്കൊട്ടെന്ന് പറഞ്ഞാൽ പണി കിട്ടും. പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. സത്യം പറഞ്ഞ ബർത്ത്ഡേ പാർട്ടിക്ക് ഭക്ഷണം അതിന്റെ പേരിലുണ്ടാക്കി കഴിക്കാൻ പാടില്ല. സ്തോത്രം. നമ്മളൊക്കെ അത് ചെയ്യാറുണ്ട്, ഞാൻ ഉൾപ്പെടെ. അത് പാടില്ല. അതാ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. വെഡിങ് ആനിവേഴ്സറിക്ക് ഭക്ഷണം ഉണ്ടാക്കി അതിന്റെ പേരിൽ കഴിക്കാൻ പാടില്ല. ഇതൊന്നും ദൈവമക്കൾക്ക് ഒന്നും അനുവദിക്കുന്നതല്ല. ഇതെല്ലാം നമുക്ക് ദോഷമായി തീരും. നമ്മുടെ വേർപാടിനെ ഇതെല്ലാം ബാധിക്കും, നന്നായിട്ട് ബാധിക്കും. അതുകൊണ്ട് സ്തോത്രം ഞാൻ നിങ്ങളോട് പറയാം. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഇങ്ങനെയുള്ളതായ വിഷയങ്ങൾക്ക് പ്രാധാന്യത കൊടുത്തുകൊണ്ട് ദൈവത്തെ ഹൃദയം കൊണ്ട് വിട്ടകന്നമാകരുത്. നിങ്ങൾക്ക് എന്ത് വേണമോ, എന്ത് ഭക്ഷണം വേണമോ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഈ ദിവസങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ അത് ദൈവശിക്ഷയ്ക്ക് കാരണമായി തീരും. അതുകൊണ്ട് സ്തോത്രം. ഈസ്റ്റർ, മാമോദീസ, ബർത്ത്ഡേ, അടിയന്തരം, ഇതൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ സ്തോത്രം നമ്മളത് ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാകണം. ഞാൻ ലോകത്തിൽ നിന്നും വേർപെട്ടവനാണ്, ഞാൻ വേർപാട് പാലിക്കേണ്ടവനാണ്. സ്തോത്രം. അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ വേർപാട് പാലിക്കണം. 2, ആചാര അനുഷ്ഠാനങ്ങളിൽ നമ്മൾ വേർപാട് പാലിക്കണം. ആചാര അനുഷ്ഠാനങ്ങളിൽ നമ്മൾ വേർപാട് പാലിക്കണം. എന്തൊക്കെയാണ് ആചാര അനുഷ്ഠാനം? ഇനിയിപ്പോ വരാൻ പോകുന്ന ഒരു ജാതികളുടെ ആചാരമാണ് ഓണാഘോഷം. ഇപ്പോഴേ അത്തം ഇട്ട് തുടങ്ങി അല്ലേ? സ്തോത്രം. നമ്മള് പിള്ളേര് കരയുമ്പോ പിള്ളേരെ പിടിച്ചുകൊണ്ട് അർത്ഥം കാണാൻ പോകരുത്. പിന്നെ ചില ക്രിസ്ത്യാനികളുണ്ട്, ചില ബന്ധുക്കോസുകാരുണ്ട്. സ്തോത്രം. ക്രിസ്മസ് വരുമ്പോൾ നക്ഷത്രം ഇടും, ഓണം വരുമ്പോൾ എന്ത് ചെയ്യും? അർത്ഥം ഇടും. അവര് പറയുന്നതോ ഞങ്ങൾ ഇതെല്ലാം ചെയ്യും, രണ്ടുപേരെ പണക്കണ്ടല്ലോ എന്നാണ്. ഈ രണ്ടുപേരെ പിണക്കാതിരിക്കുമ്പോൾ കർത്താവ് പിണങ്ങും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മനസ്സിലാക്കുന്നുണ്ടോ? വീട്ടിലെ നക്ഷത്രം ഇടുന്നത് തെറ്റല്ല. ഇന്ന് മുതൽ മേടിച്ചിട്ടുള്ള സ്വത്രം ഡിസംബർ 1-ാം തീയതി എടുത്ത് തൂക്കാൻ നിൽക്കരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വത്രം. വീട് നിറച്ച് നക്ഷത്രം, അകത്ത് കിടക്കുന്ന ബൾബിലും ട്യൂബിലും പറ്റുന്ന നക്ഷത്രം ഫിറ്റ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ക്രിസ്തുമസിന്റെ പേരിൽ എന്ന് പറഞ്ഞാൽ യേശു ജനിച്ചത് ക്രിസ്തുമസ് ഡിസംബർ 25-നല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വചനത്തിൽ അങ്ങനെ ഒരു തെളിവില്ല. ഇത് മറ്റൊരു ദേവന്റെ ജന്മദിനമാണ്. ഇതൊരു ദേവന്റെ ജന്മദിനമാണ് ആഘോഷിക്കുന്നത്. അതായത് ബാബിലോണ്യ, ഞാൻ ഒറ്റവാക്കിൽ പറയാം, ബാബിലോണ്യ സംസ്കാരത്തിൽ നിന്ന് സ്തോത്രം ഉടലെടുത്തു വന്നതായ ആചാരങ്ങളാണ് ക്രിസ്തുമസ്, ഈസ്റ്റർ, പുതുവർഷം, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. നമ്മൾ ചിന്തിക്കുന്നത് ഇതെല്ലാം വചനാധിഷ്ഠിതമല്ല. പക്ഷെ ഇതൊന്നും വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുമസിന് നക്ഷത്രവും ഓണത്തിന് പുൽക്കൂടും രണ്ടുപേരെയും പിണക്കരുത്. പക്ഷെ തമ്പുരാൻ പിണങ്ങും. കർത്താവ് ഇത് ചെയ്താൽ നിമിഷം അകത്തുനിന്ന് പുറത്തു പോകും. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? അതുകൊണ്ട് ആ വക കാര്യങ്ങൾ പാടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനിയുണ്ട് ആചാരങ്ങള്. സ്തോത്രം. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ ഡയറിയിൽ എഴുതി വിട്ടു. എന്താണ്? ഓണപ്പരിപാടി നടക്കുന്നു, നിങ്ങളുടെ കുഞ്ഞ് കഴിവും മിടുക്കുമായ കുഞ്ഞാണ്, അതുകൊണ്ട് ഈ ഓണാഘോഷത്തിന് നിങ്ങളുടെ കുഞ്ഞിനെ ഒരു കുച്ചുപ്പൊടി കളിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭയങ്കര സന്തോഷത്തെ കൊച്ചിന് 10 പൈസ ചെലവില്ലാതെ സ്കൂളില് കുച്ചുപ്പൊടി കളിപ്പിക്കാൻ പോകാം. മനസ്സിലാകുന്നുണ്ടോ? പാടില്ല. അന്നേരം ടീച്ചർ സാറേ നല്ല കഴിവുള്ള കുട്ടിയാ, നല്ല മിടുക്കുള്ള കുട്ടിയാ, നല്ല ബുദ്ധിയാ, നല്ല മിടുക്കിയായ അവള്. അന്നേരം നിങ്ങൾ പറയണം ശരിയാ, എന്റെ കുഞ്ഞ് നല്ല മിടുക്കും ബുദ്ധിയും കഴിവൊക്കെ ഉണ്ട്, പക്ഷെ അത് എന്റെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എന്റെ കുഞ്ഞ് പ്രയോജനപ്പെടും
രക്ഷിക്കപ്പെടണം. അതുകൊണ്ട് ഈ വക പരിപാടിക്ക് പാടില്ല. ആചാരങ്ങളിൽ നിന്നും ദൈവസഭ വേർപാട് പാലിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതുപോലെ സപ്തതി ആഘോഷത്തിന് പോവുക, ആമേൻ, സ്തോത്രം. അതുപോലെ ഒരുപാട് കാര്യമുണ്ട്. ഷഷ്ടി ആമേൻ പൂർത്തിയാകുമ്പോൾ അവിടെ പോവുക, 28 കെട്ടാൻ പോവുക, പാല് കാച്ചുക, അല്ലെ, വീടൊക്കെ വെച്ച് പാസ്റ്റർ എടുത്ത് പ്രാർത്ഥിച്ചു പുള്ളിയെ ഇറങ്ങി തന്നെ പിന്നാലെ അടുക്കളയിൽ ഒരു കാച്ചൽ, പാല് കാച്ചൽ. ഇത് പാടില്ല. ദൈവവചനം അനുവദിക്കുന്നില്ല, പാപമാണ്. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. എതിർപ്പ് നോക്കുക. സ്തോത്രം. നല്ല കാര്യത്തിൽ ഇറങ്ങിയപ്പോ നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത, ഇഷ്ടപ്പെടാത്ത ഒരാള് നമ്മുടെ നേരെ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തോ എടുക്കാൻ മറന്നതുപോലെ വീട്ടിനകത്ത് കയറും. മുഖത്തൊക്കെ നോക്കണം, കടന്തലുണ്ട്, എന്താ ദേഷ്യം എന്നറിയാം അപ്പോൾ ആ സമയം. ഇന്നലെ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട് താമസിക്കുന്നത് ഒരു ഹിന്ദുവാണ്. അദ്ദേഹം, ഞാൻ വീട്ടിലിങ്ങനെ സിറ്റ് ഔട്ട് നോക്കുമ്പോഴത്തേക്ക്, ഞാൻ മീറ്റിംഗിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇദ്ദേഹം കുടുംബമായിട്ട് കാറും എടുത്തുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയപ്പോ വേറൊരു ഓട്ടോക്കാരൻ കയറി വന്നു. അദ്ദേഹം കാറ് സൈഡിൽ ഒതുക്കി വെച്ച് തിരിച്ച് വണ്ടി റിവേഴ്സ് എടുത്ത് അദ്ദേഹത്തിന്റെ കോമ്പൗണ്ടിൽ കയറ്റി കിട്ടും. കാരണം അയാൾക്ക് ഇഷ്ടപ്പെട്ട ആളല്ല ഈ ഓട്ടോ ഓടിച്ചു വന്നയാൾ. എതിർപ്പ്. ഇനി പോണ വഴി ഇതിന് പൂച്ച വട്ടം ചാടിയാൽ തീർന്നു അന്നത്തെ ദിവസം. ഇനി കറുത്ത പൂച്ചയാണെങ്കിൽ അവനെ കൊല്ലാനുള്ള മനസ്സാണ്. മനസ്സിലാക്കുന്നുണ്ടോ? സ്വന്തം നമ്മൾ അങ്ങോട്ട് നുണയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പല്ല് ചലച്ചു നോക്കട്ടെ. കണ്ടോ? സത്യം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്ല് വെച്ച നുണ അടിച്ചോണ്ടിരിക്കുന്നത്. അന്നേരം പല്ല് ചലച്ചത്. അന്നേരം നമ്മൾ പറയാം, കണ്ടോ പല്ല് ചലച്ചു. ആചാരങ്ങളാ, പെന്തിക്കോസ്തുകാരാ. ഈ ആചാരങ്ങൾ വിശ്വാസിക്ക് പാടില്ല, വേർപെടണം. നമ്മളിതെല്ലാം വിട്ട് ദൈവരാജ്യത്തിൽ അവിടെയൊന്നും ഇല്ലെന്നേ. വയറ് വരിക, കൊതിക്കോതി തിന്നുന്ന പാസ്റ്റർ കുടുംബത്തെ എനിക്കറിയാവുന്ന യോജന മാത്രമല്ല, വയറ് വരുമ്പോ ഓടുക, കൊതിക്കോതുക. ഒരു അമ്മാവന്റെ അടുക്കല് എന്തൊക്കെയാ കൊണ്ടുപോകുന്നത്? പണ്ട് ചെറിയ ഓർമ്മയുണ്ട്, പുളിയോ ഉപ്പോ വറ്റലുമുളകൊക്കെ വെച്ച് ആണെന്ന് തോന്നുന്നു. പണ്ട് നമ്മള് ചെറുതിലേക്ക് അറിയാം, തന്നിട്ടുണ്ട് കൊണ്ട്. അദ്ദേഹം അറിയുന്നേ വയറിന് ആവശ്യത്തിന് ഫുഡ് കഴിച്ചാൽ മതി. സ്വാത്രം പറഞ്ഞ് കഴിച്ചാൽ വയറൊന്നും വരികയല്ലോ. ഇത് സ്വാത്രമൊന്നും പറഞ്ഞ് കഴിക്കാതെ കിട്ടുന്നത് എന്ത് ചെയ്യാ? 2 കൈ കൊണ്ട് ഭാര്യയൊന്ന് പിഴുകി ആരെയും എടുത്തോണ്ട് പോകുമെന്ന് പറഞ്ഞ്, എന്നിട്ട് വയറും പെരുക്കി വെച്ചോണ്ടിരിക്കുക. സ്വാത്രം. ആമേൻ. എന്നിട്ട് ആരോ പറഞ്ഞു, ആ കൊതിയായത് കണ്ടോ? വയറ് പീഡിക വെലോട് പോലെ വീർത്തിരിക്കുന്നു. കാപ്പാട് കഴിച്ചാൽ നിങ്ങൾക്കറിയോ? എല്ലാവരും കൂടെ നിർബന്ധിച്ച് കൊതിക്കോതി തിന്നുക. ഞായറാഴ്ച ഇവിടെ വന്ന് നിന്നുകൊണ്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടാമേ വേഗമുണർന്നു രക്ഷകന്റെ, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പാടും, കാന്തനെ കാണുവാൻ ആർത്തി. എന്തിനാ ആർത്തി? ഇവിടത്തെ ആർത്തി തീർന്നിട്ടില്ല. പിന്നെ ആർത്തി, കാന്തനെ കാണാൻ ആർത്തി പോലും ഒരു ആർത്തിയുമില്ല, ചുമ്മാണ്. അതുകൊണ്ട് മനസ്സിലാക്കണം, ആചാരങ്ങളിൽ നിന്ന് അവൻ നമ്മളെന്ത് ചെയ്യണം? അവൻ മാറിയിരിക്കണം. സ്തോത്രം. ഈ ആഘോഷങ്ങളൊന്നും ദൈവവചന അധിഷ്ഠിതമല്ല. ദൈവരാജ്യത്ത് പോകുവാനാണ് നിങ്ങളുടെ പദ്ധതി എങ്കിൽ ഇതനുസരിച്ചേ പറ്റൂ. ഇല്ലാത്തവർക്ക് ഇതെല്ലാം അനുസരിക്കുന്നതിന് അതൊന്ന് ഒഴിഞ്ഞിരിക്കാം. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഓർമ്മിക്കുക. അപ്പോൾ ഒന്ന്, ഭക്ഷണത്തിന് നമ്മൾ വേർപാട് പാലിക്കണം. 2, ആചാരങ്ങളിൽ നിന്നും, ഇതിനെല്ലാം വചനമുണ്ട്, സഭയില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. ആചാരങ്ങളിൽ നിന്നും നമ്മൾ വേർപെടണം. എന്താ ഒരു വാക്യം നമ്മൾ രണ്ടാമത് വായിച്ചത്? യഹോവ ഭക്തനെ ആർക്കു വേണ്ടി വേർതിരിച്ചിരിക്കുന്നു? ദൈവത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുക. ഇനി അവിടെ തീർന്നില്ല. 3ാമത് നമ്മൾ വേർപാട് വസ്ത്രധാരണത്തിൽ നമുക്ക് വേർപാട് വേണം. വസ്ത്രധാരണത്തിന്, അല്ലേ? നമ്മൾ ഇടുന്ന വസ്ത്രധാരണത്തിന് നമുക്ക് വേർപാട് വേണം. സ്വന്തം എല്ലാ വസ്ത്രവും നമുക്ക് ഒക്കുകയില്ല. സ്വന്തം ഈ ഏറ്റവും കൂടുതൽ കഷ്ടം എയർപോർട്ടിൽ പോകുമ്പോഴാണ്. എയർപോർട്ടിൽ പോകുമ്പോൾ ചില പെന്തിക്കോസ്തുകാർ നിൽക്കുന്നതാണ്, ചില അമ്മാമ്മമാരൊക്കെ നിൽക്കുന്നതാണ്, ജീൻസൊക്കെ വലിച്ചു കയറ്റി ടൈറ്റ് ബനിയനൊക്കെ ഇട്ട്. എന്നെ വികൃതം അറിയാമോ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടം. സ്വന്തം എവിടെ പോകാ? ഇവിടെ വേറൊരു രൂപം, അവിടെ വേറെ. ചില ജാതികളെ നോക്കിയേ, അവർക്കൊരു രൂപം, അവരെ കണ്ടറിയാം ഇന്നാരാണ്, ഇന്നാര് പോകുന്നത് ദൈവ പൈതലാണ്. നമ്മളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു? ആരെങ്കിലും പറഞ്ഞു? ആ മോശയെ കണ്ടു. മോശയെ നൈനദിയിൽ നിന്ന് ഫറവോന്റെ പുത്രിക്ക് കിട്ടി. എടുത്തു ഞങ്ങളുടെ പെട്ടകം വലിച്ചു തുറന്നു നോക്കിയപ്പോ അവൻ കുട്ടി അതിസുന്ദരന. അവൻ അവൾ പറയുകയാണ്, ഇതൊരു എപ്പോഴായ കുഞ്ഞ് തന്നെ നോക്കണം. അവൻ ഒരു കൈക്കുഞ്ഞ്, എഴുന്നേറ്റ് നടക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കൈക്കുഞ്ഞിനെ കണ്ടപ്പോൾ ഫറവോന്റെ മകൾ പറഞ്ഞു, ഇതൊരു എപ്പോഴായ കുഞ്ഞ്
നമ്മളൊരു വിശ്വാസിയാണെന്ന്? സ്വതന്ത്രം. ഇടയ്ക്ക് ഒരാളെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, ഞായറാഴ്ച കണ്ട പാസ്റ്റർ എന്ന് പറയും, തിങ്കളാഴ്ച മുതൽ കണ്ടാൽ അയാളെ കണ്ടത് അത് നമ്മുടെ പാസ്റ്ററാണോ? ആണോ സംശയം. കാരണം വെള്ളിയാഴ്ച വരുമ്പോ 4.5 മീറ്റർ തുണി വെച്ച് ചുപ്പായൊക്കെ തച്ചിട്ട് വെള്ള പാൻറ്റും ഒക്കെ ഇട്ട് അതിനകത്ത് നിൽക്കുക. തിങ്കളാഴ്ച മുതൽ നോക്കുമ്പോ ബർമൂഡയൊക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് ചന്തയിലും ഹോളിലും തെരുവിലും റോഡിലൊക്കെ നിൽക്കും നമ്മുടെ പാസ്റ്റർമാര്. വേർപാട് വേണമെന്ന്, വസ്ത്രധാരണത്തിൽ വേർപാട് വേണം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മൾ ദൈവമക്കളാണ്, അവർക്ക് ആകേണ്ടതേ ആകാവൂ, അല്ലേ? സ്വന്തം വസ്ത്രധാരണത്തിന് വേർപാട് വേണം. ഓണക്കോടി എടുത്തവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തിയേ. കൈ ഉയർത്താത്തത് ആരും എടുക്കാതെ ഒന്നും ഇരിക്കുകയില്ല. സ്വന്തം. പിന്നെ ഓണം വരുന്ന ആഴ്ച ആയതുകൊണ്ട് നേരത്തെ എടുത്തതേ ഉള്ളൂ. അന്നേരം എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമാണ്. ചിലര് പറയും മക്കളോട്, മക്കളെ അവര് പുതിയ തുണി കിട്ടുമ്പോ ഭയങ്കര ആവേശം, എടുത്ത് ഇട്ടുണ്ട് വലിയ പിടിക്കും, ചെവി പിടിക്കും. ഇപ്പൊ ഒന്നും ഇടണ്ട, 2 ദിവസം കൂടെ കഴിയിട്ട് ഇപ്പൊ ഇട്ടോണ്ട് നീ അറിയുന്നു ഓണത്തിന്റെ ബോഡിയെന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ ഇടണ്ട, ഓണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇട്ടാ മതി. തമ്പുരാനെ മറക്കാൻ പറ്റുമോ? ചിലർ ബന്ധുക്കൾക്ക് ഓണക്കോടി എടുത്ത് കൊടുക്കും. ബന്ധുക്കൂസുകാര് ആരും അറിയില്ല. സ്വത്രം അങ്ങനെ ഒളിച്ച് ഒരു സാരി എടുത്ത് ഒളിച്ച് ഇതെന്റെ സഹോദരിക്കാ സ്വത്രം എന്നാ കണ്ട ഓണക്കോടി എന്ന് തിരിച്ചറിയും. പറ്റില്ല. സ്വത്രം ഒളിച്ചു കൊടുക്കുന്ന പരിപാടി അത് ബന്ധുക്കൂസുകാർക്ക് പറ്റിയതല്ലെന്നേ. സ്വത്രം സാരി എടുത്ത് ഒളിച്ചു വെച്ചുകൊണ്ട് കൊടുക്കുക, ഓണക്കോടി കൊടുക്കുക, ഇതൊന്നും ദൈവമക്കൾക്ക് യോഗ്യമല്ല. ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്, എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾക്ക് 10 ജോഡി ഡ്രസ്സ് എടുത്തു കൊടുക്കാം. ഈ മാസം ഒന്ന് കഴിയട്ടെ. ഈ ഓണത്തിന്റെ പേര് പാസ്റ്റ് പറയുക 50% കിഴിവ്. എത്ര ശതമാനം? വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് നോക്കുമ്പോ കിഴിവ് 50% വേറെ ചില കിഴിവുകൾ അതിനകത്ത് കാണും. സ്റ്റോക്ക് അല്ലേ കൊണ്ട് വരുന്നേ. നമുക്ക് സ്റ്റോക്ക് കാണുമ്പോ അല്ലേ, നിങ്ങൾ കിഴിവ് വരുന്ന തുണികളൊക്കെ എടുത്ത് കുറഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ ഒരിക്കൽ ആകാശം കാണാൻ നല്ല കിഴിവായിരിക്കും അതിന്. അതുകൊണ്ട് ഈ വക പരിപാടികളിൽ നിന്ന് ദൈവമക്കൾ വേർപാട് പാലിക്കണം. സ്വന്തം ഓണക്കോടി കൊടുക്കാൻ നിൽക്കരുത്, ഓണക്കോടി വാങ്ങാൻ നിൽക്കരുത്. സ്വന്തം മനസ്സിലാകുന്നുണ്ടോ? പെന്തിക്കോസ്തുകാരും മഞ്ഞക്കോടി പിള്ളേരെ ഉടുപ്പിക്കുന്ന വിശ്വാസികളും ഉണ്ട്. മഞ്ഞക്കോടി കൊച്ചുകുട്ടികൾ മഞ്ഞക്കോടി ഉടുപ്പിക്കുന്ന നാളുകൾ ഓണമാണ്. ഓണം മഞ്ഞക്കോടി സ്വർഗത്തെ അരിച്ചു നമ്മൾ പോവുകയില്ല. നമ്മൾ വേർപെട്ടവരുടെ കൂട്ടമാണ്. നമ്മൾ ദൈവമക്കളാ, നമ്മൾ ദൈവസഭയുടെ അംഗമാണ്. വേർപാടും വിശുദ്ധിയും പാലിക്കേണ്ടവരാ. ഏതോരുത്തം പറഞ്ഞു ശരീരത്തിന് വേർപാടും വിശുദ്ധിയും വേണ്ട, ആത്മാവിന് മതിയെന്ന്. റോമാലേഖനം 12 എഴുതിയിട്ടുണ്ട്. ആത്മാവിന് പോരാ, ശരീരത്തിനും വിശുദ്ധി വേണമെന്ന് വെട്ടിപ്പോയി വായിച്ചാൽ മതി. സ്വന്തം സ്വന്തം ചെയ്യാമോ? അപ്പോ വസ്ത്രത്തിന് വേർപാടുമാണ് അല്ലേ? ചില സ്റ്റേജുകളിലൊക്കെ പാടുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. വേഗത്തിൽ താമസിപ്പിച്ചിട്ടുണ്ട്. പാടുന്ന ചിലരെ കണ്ടിട്ടുണ്ട്. ബർമൂഡ ഇട്ടവർക്ക് റേറ്റ് കൂടുതലാണ്. നല്ല തുണി എടുത്തുകൊണ്ട് വരുന്നതിന് 5000 രൂപയാണ് ഒരു ദിവസത്തെങ്കിലും. ബർമൂഡ ഇട്ടുകൊണ്ട് വന്നാൽ 10,000 രൂപ. ഇപ്പൊ ബർമൂഡയ്ക്കും നീളം കുറഞ്ഞു വരിക. ലോകം പോണപ്പോ എങ്ങോട്ടെന്ന് അറിയത്തില്ല. സ്വന്തം എന്നാ ഉപദേശിമാരും കൂട്ടാം. അല്ലെങ്കിൽ നാണമില്ലാതെ എഴുന്നേറ്റ് ഇന്ന് ഗാന ശുശ്രൂഷ അല്ലെങ്കിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് കർമ്മൽ ടീമാണ്. കർമ്മം നടത്താൻ വേണ്ടി കണക്കിനാണ് നിൽക്കുന്നത്. സ്വന്തം ആദ്യത്തെ ദിവസം വരുന്നവർ ഇത്രയേ ഉള്ളൂ. ഇവിടെ മാത്രം ഇങ്ങനെ ഒരു ആവേശം കുറ്റിച്ചൂടി ജാതി വെച്ച പോലെ ഇവിടെ മാത്രം. എന്നാ വർഷിപ്പ് നമ്മളെ ആരാധിപ്പിക്കാൻ വരുന്നവരാ. ഇവരെ ഒന്ന് പടിയിൽ കേട്ടാൻ പറ്റില്ല. ഞാനുള്ളതാ പറയുന്നത്. വചന വ്യവസ്ഥയ്ക്ക് തെറ്റാണത്. പിറ്റേ ദിവസം വരുന്നത് ഇവിടെയുമില്ല. ഇവിടെ മാത്രം ഇച്ചിരി ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ താടിയുടെ അറ്റം നീ വിരൂപമാക്കരുത്. ഗോത്രം ഇവരെ കേട്ടാൻ കൊള്ളാമോ? മനസ്സിലാകുന്നുണ്ടോ? ഗോത്രം. അപ്പോ വസ്ത്രധാരണത്തിൽ നമുക്ക് എന്തുണ്ടാകണം? വേർപാടുണ്ടാകണം. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വാദോരാതെ പ്രസംഗിച്ചു വസ്ത്രധാരണത്തെ കുറിച്ച്. സ്തോത്രം. ഒരാഴ്ച ഞാൻ നോക്കിയപ്പോ ഒരാൾ പട്ടുടുത്തോണ്ട് വന്നിരിക്കുക. ഇറക്കി വിടാന്ന് വിചാരിച്ചതാ. ഗോത്രം പട്ടെടുത്തോണ്ട് ഇവിടെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച തലേ കഴിവിച്ചോണ്ട് പ്രസംഗിക്കുക. ഉടുത്തോ, കല്യാണത്തിന് പോകുമ്പോ ഉടുത്തോ, പാലിയാച്ച് പോകുമ്പോ ഉടുത്തോ. കരവിജയത്തിന് സ്വതന്ത്രം പറയാമോ? ഇത് ഇന്നലെ പ്രസംഗിക്കാൻ പറ്റുമോ? ഓണം കഴിഞ്ഞാൽ പറ്റിയത് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ?
സ്വത്രം സ്വത്രം. അപ്പൊ അങ്ങനെ ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പാലിക്കണം, വേർപാട്. അപ്പൊ ഒന്ന്, ആഹാരത്തിൽ നമുക്ക് എന്തുണ്ടാകണം? വേർപാട് വേണം. രണ്ട്, വസ്ത്രധാരണത്തിൽ നമുക്ക് ആചാരങ്ങളിൽ നമുക്ക് എന്ത് വേണം? ആചാരങ്ങളിൽ നമ്മൾ വേർപെടണം. മൂന്ന്, നമ്മൾ ചിന്തിച്ചു വസ്ത്രം ഉപയോഗിക്കുന്നതിൽ നമുക്ക് എന്ത് വേണം? വേർപാട് വേണം. ഇനി നാലാമത് വേർപാട് വേണം, സംസാരത്തിൽ നമുക്ക് വേർപാട് വേണം. സംസാരത്തിൽ നമുക്ക് വേർപാട് വേണം. സ്വതന്ത്രം. പത്രോസിനെ കണ്ട സ്ത്രീ ഇവനും യേശുവിന്റെ കൂടെ ഉള്ളവനല്ലേ? ഒരു ആണയിട്ട് പറഞ്ഞു, അമ്മയുടെ സത്യമായിട്ട് ഞാനില്ലേ, ആ യേശുവിനെ എനിക്ക് അറിഞ്ഞുപോലും കൂടാ, ആണയിടാനും പ്രാധാന്യം തുടങ്ങി. നിനക്ക് വട്ടാണോ? എനിക്ക് ആ വ്യക്തിയെ അറിയില്ലെന്ന് നമ്മുടെ ഭാഷയില് പത്രോസ് ആണയിട്ടു. അമ്മയാണ് സത്യം, യേശു എന്ന് പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അന്നേരം ആ സ്ത്രീ പറഞ്ഞു, നീ അവന്റെ കൂടെ ഉള്ളവനാ. ദേഷ്യം വന്നു, നിനക്ക് വട്ടാണോ? ഞാൻ അവന്റെ കൂടെ ഇല്ലെന്നല്ല പറഞ്ഞേ, അവൻ പ്രാരാൻ തുടങ്ങി, നീ അനുഭവിക്കൂടി എന്നൊക്കെ പറഞ്ഞു. സ്വത്രം. അല്പം കഴിഞ്ഞപ്പോ വീണ്ടും കണ്ടു, നീ അവന്റെ അയാളുടെ കൂടെ ഉള്ളവൻ തന്നെ. എങ്ങനെ അറിയാം? നിന്റെ സംസാരം കേൾക്കുമ്പോ അറിയാം. നിന്റെ സംസാരം കേട്ടപ്പോൾ അറിയാം. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കുറിച്ച് വെച്ചോ, മത്തായി 26:73 കുറിച്ച് വെച്ചപ്പോ വീട്ടിൽ ചെന്നിട്ട് വായിക്കണം. അപ്പോ എന്ത് വേണം? സംസാരത്തില് നമുക്ക് വേർപാട് വേണം. സ്വത്രം. കേൾവി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേർപാട് വേണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിച്ചപ്പോ പറയുന്നത് കേട്ടോ, ഒരു സമയം അദ്ദേഹം പ്രസംഗിച്ചോണ്ടെന്ന് നിർത്തുന്നു. സമയം പ്രസംഗിച്ചോണ്ട് നിന്നപ്പോ ഒരു അച്ഛൻ ഫോണ് ഇങ്ങനെ തട്ടിത്തട്ടിയിരിക്കുന്നു. ഒരു കുഞ്ഞിനെ, ഇതുപോലെ ഒരു കൊച്ചിനെ പിടിച്ച് അവിടെ വഴിയിൽ ഇരുത്തി വെച്ച് ഫോണിൽ ഇരിക്കുക. പ്രസംഗം തീരുന്നത് വരെ അദ്ദേഹം ഫോണെ നോക്കിക്കൊണ്ടിരുന്നു. അവസാനം പ്രസംഗം കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് കണ്ണു നോക്കി ആളെ കാണാനില്ല. പക്ഷെ ഇയാള് പോയി മടിയിലിരുന്ന കുഞ്ഞ് അവിടെ കൂടെ കറങ്ങി കാണുന്നു. ഇയാൾ അവനെ വിളിച്ചിട്ട് അവനെ വിളിച്ചു, എന്നാ പുള്ളി ഫോണെ നോക്കിക്കൊണ്ടിരുന്നേ? അന്നേരം ഈ കുഞ്ഞു പറയുക, ഹിന്ദി സിനിമ കണ്ടോണ്ടിരുന്നു. ആരാധനയുടെ ഇടയില് ഹിന്ദി സിനിമ കണ്ടോണ്ടിരുന്നു. സ്വത്രം 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 സ്വത്രം. ഇടയ്ക്കൊരാള് പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് പിന്നാമ്പുറയിൽ നിന്നുകൊണ്ട് കോമഡി എടുക്കുക. അപ്പൊ കഴിഞ്ഞ പ്രസംഗമാ പുള്ളി പറയും, കോമഡി കണ്ട് ചിരിച്ച് ചിരിച്ച് ഊപ്പാടളകി വെച്ച് ഓഫീസിൽ വെച്ചിട്ട് കേൾക്കുന്ന പ്രസംഗിച്ചു പോലും. ഏതാത്മാവാ? ഏതാത്മാവാ? മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ ഇതൊക്കെ നമ്മളോട് ആമേൻ പറയുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും കൂടെ പാഠമാണ്. സ്തോത്രം. നമ്മൾ പാലിക്കേണ്ടത് പാലിക്കണം, അല്ലേ? ആമേൻ. നാം തനിച്ചു വളർത്തുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണപ്പെടരുത്. സ്തോത്രം. നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. നമ്മൾ ക്രിസ്തുവിന്റെ പത്രങ്ങളായി മാറണം. നമ്മൾ ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി മാറണം. നമ്മൾ യേശു ക്രിസ്തുവിന്റെ ആമേൻ സ്തോത്രം ജീവിതമുള്ളവരായി മാറണം. ദാവീദിനെ കുറിച്ച് ചുമ്മാ പറഞ്ഞതല്ല, എന്റെ ഹൃദയപ്രകാരമുള്ള പുരുഷനാണ്. ആമേൻ സ്തോത്രം. ആമേൻ. അതുപോലെ നാം ദൈവഹിതഗ്രന്ഥം ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇനി ആമേൻ അന്യാരാധനകളിൽ നിന്ന് നമ്മൾ വേർപെടണം. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. വ്യവസ്ഥയില്ലാത്ത ആരാധനകളിൽ ചെന്നപ്പെടരുത്. ആരുടെ മുമ്പില് തല കൊണ്ട് കൊടുക്കരുത്. അറിയാത്തവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ തല കൊണ്ട് കെട്ടി കൊടുക്കരുത്. അരുതാത്ത ആരാധനകൾ ചെന്നിരിക്കരുത്. ബഹളമൊക്കെ കാണും, ഡാൻസ് ഒക്കെ കാണും, നല്ല പാട്ടുമായിരിക്കും. പക്ഷേ എന്ത് ചെയ്യരുത്? ചെന്നിരിക്കരുത്. നമ്മൾ വേർപെട്ടവരുടെ കൂട്ടമാണ്. ആമേൻ. ഇസ്രായേൽ ജനതയും വേർതിരിച്ചു. അതിന്റെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ 24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം അവരോട് വാഗ്ദത്തം ചെയ്ത മനോഹര ദേശത്തെ അവർ നിരസിക്കുവാനിടയായി. വേർപാടില്ലാതെ ജീവിത രീതികൾ നയിച്ചുകൊണ്ട് ഇസ്രായേൽ സഭ ദൈവത്തിന്റെ രാജ്യത്തിൽ പോകുവാൻ അവരെ നിരസിച്ചു. ഇന്ന് പകലിൽ നിങ്ങൾക്കും നിരസിക്കുന്നവർക്ക് നിരസിക്കാം, ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. ഒരാത്മീയാഹാരം ചെന്നു, ഒരേ പാനീയം കുടിച്ചു, അവർ നദിയിൽ കൂടെ സ്നാനമേറ്റു. എന്നിട്ടും മിക്കവരും ദൈവം പ്രസാദിച്ചില്ല. അവരെല്ലാം വഴിയിൽ വീണു. ഞാൻ നിങ്ങളുടെ മധുരങ്ങളായി പോകാതിരിപ്പാൻ വിശുദ്ധിയെ കാത്തു വേർപെട്ട് ദൈവത്തിന് വേണ്ടി നിൽക്കാം. ആകേണ്ടത് പോയി ആ ഒറ്റ സ്റ്റെപ്പ് മാസ്റ്റർ എന്നെ പറ്റില്ല, വേണ്ട. ക്രമേണ നീ ദൈവത്തോട് അടുത്തുക, വേർപാട് പാലിക്ക്, വിശുദ്ധിയിലേക്ക് മടങ്ങുക, ഒരു ദൈവമൈതരായി ജീവിക്കുവാൻ, മാതൃകയോടെ ജീവിക്കുവാൻ. ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.